ഹായ് ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂട്ടൺസ് റിങ്സിനെ കുറിച്ചാണ്. എന്താണ് ന്യൂട്ടൺസ് റിങ്സ്? The formation of Newton's rings is an important application of interference of light wave from opposite faces of a thin film of variable thickness. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു തിൻ ഫിലിമിൽ നിന്നും ഉണ്ടാകുന്ന ഇൻ്റർഫറൻസിനെ കുറിച്ച് പഠിച്ചു. അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ന്യൂട്ടൺസ് റിങ്സ്. അപ്പോൾ ഇവിടെ ഒരു തിൻ ഫിലിം പ്രത്യേകത വേരിയബിൾ തിക്നെസ് ആണ്. സോ we can say Newton's rings is formed from due to interference of light waves from opposite faces of a thin film of variable thickness. So that is important. So here ഈ ന്യൂട്ടൺസ് റിങ്സ് ഉണ്ടാകുന്ന തിൻ ഫിലിമിൻ്റെ തിക്നെസ് വേരിയബിൾ ആണ്. അതായത് ഒരേ കനമുള്ള തിൻ ഫിലിം അല്ല, മറിച്ച് അതിൻ്റെ കനം മാറിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് നോക്കാം. ഒരു ലെൻസ് പ്ലേനോ കോൺവെക്സ് ലെൻസിനെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ, ഒരു ഗ്ലാസ് പ്ലേറ്റിന് മുകളിൽ വെക്കുകയാണെങ്കിൽ, ഈ ഗ്ലാസ് പ്ലേറ്റിൻ്റെയും ലെൻസിൻ്റെ ഇടയിലുള്ള ഭാഗത്ത് ഒരു തിൻ ഫിലിം ഉണ്ടാകുന്നു. അതായത് വെഡ്ജ് ഷേപ്ഡ് തിൻ ഫിലിം ഉണ്ടാകുന്നു. അപ്പോൾ ഇത് ഗ്ലാസ് ലെൻസാണ്, ഇത് ഗ്ലാസ് പ്ലേറ്റ് ആണ്. അപ്പോൾ എല്ലാണ് ലെൻസ്. പക്ഷേ ഈ ലെൻസിൻ്റെ ഒരു സൈഡ് പ്ലെയിൻ ആണ്, മറ്റേ സൈഡ് കോൺവെക്സ് ആണ്. അതിന് താഴെ ഇരിക്കുന്ന പ്ലേറ്റ് ഗ്ലാസ് പ്ലേറ്റ് ആണ്. ഓക്കെ, അങ്ങനെ ഈ ലെൻസ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ലെൻസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഈ ഫിലിം എയർ ഫിലിം ഉണ്ടാകുന്നു. അപ്പോൾ ഈ ലൈറ്റ് ഈ ലെൻസിലേക്ക് വന്ന് വീഴുന്നതിന് ശേഷം ഇവിടെ നിന്നും കുറച്ച് ലൈറ്റ് റിഫ്രാക്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ ഈ രണ്ട് ലൈറ്റുകളും തമ്മിൽ ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു സർക്കുലർ റിങ്സ് കാണാൻ സാധിക്കും. ഇതിനാണ് നമ്മൾ ന്യൂട്ടൺസ് റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രൈറ്റ് റിങ് അതായത് റൈറ്റ് റിങ് കാണുന്ന സ്ഥലത്ത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഉണ്ടാകുന്നു. ഡാർക്ക് റിങ് കാണുന്ന സ്ഥലത്ത് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഉണ്ടാകുന്നു. So this is when the air film is illuminated normally by monochromatic light, the observed interference fringes are circular concentric rings with center as the point of contact. The rings are circular since these are the loci of points of equal optical film thickness. The rings gradually become narrower as their radii increases. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളുടെ പ്ലേറ്റിനും ലെൻസിനും ഇടയിലുണ്ടായ എയർ ഫിലിമിലെ ലൈറ്റ് വന്ന് വീഴുമ്പോൾ, നോർമലി 90 ഡിഗ്രിയിൽ വന്ന് വീഴുമ്പോൾ, മോണോക്രോമാറ്റിക് ലൈറ്റ് സിംഗിൾ ഫ്രീക്വൻസി വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് വന്ന് വീഴുമ്പോൾ, the observed interference fringes are circular concentric rings. അപ്പോൾ ആ ഇൻ്റർഫറൻസിൻ്റെ ഫലമായി ഉണ്ടാകുന്നത് ഒരു ബാൻഡുകളല്ല, മറിച്ച് റിങ്ങുകളാണ്, സർക്കുലർ റിങ്സ് ആണ്. പക്ഷെ അത് ഒരു സർക്കുലർ അല്ല, പല സർക്കുലർ റിങ്സ് ആണ്. വിത്ത് സെൻറ്റർ ആസ് എ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഈ ലെൻസും ഈ ഗ്ലാസ് പ്ലേറ്റും തമ്മിൽ കോണ്ടാക്റ്റ് ആകുന്ന പോയിന്റ്, അവിടെയാണ് ഈ സർക്കിളിൻ്റെ സെൻറ്റർ. ഈ സെൻറ്ററാണ് എല്ലാ സർക്കിളുകളുടെയും സെൻറ്റർ ആയിരിക്കുന്നത്. The rings are circular since these are the loci of points of equal optical film thickness. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്തുകൊണ്ട് സർക്കുലർ റിങ്സ് ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സർക്കിളിലാണ് കോൺസ്റ്റൻറ്റ് തിക്നെസ് ഉള്ള ഒരു തിൻ ഫിലിം ഉണ്ടാകുന്നത്. അപ്പോൾ കോൺസ്റ്റൻറ്റ് തിക്നെസ് ആകുമ്പോഴാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നത്. പാത്ത് ഡിഫറൻസ് ഇസ് n ലാംഡ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നത്. ഇനി റേഡിയസ് കൂടുന്തോറും ആ റിങ്സിൻ്റെ വീതി, അതായത് തിക്നെസ്, അതായത് വിഡ്ത്ത് കുറഞ്ഞ് അത് നാരോവർ ആയിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഒന്ന് വിശദമായി നോക്കാം. ഈ പടത്തിൽ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ലെൻസ് കാണുന്നു. അതിൻ്റെ സെൻറ്റർ എഫ് ആണ്. ഒരു ലൈറ്റ് വരുന്നു, എയിൽ നിന്നും വരുന്നു. ഇവിടെ എത്തിയാൽ ഇത് ഗ്ലാസ് ആണ്. അപ്പോൾ എന്തായാലും റിഫ്രാക്റ്റ് ചെയ്യും. അതിനുശേഷം റിഫ്രാക്റ്റ് ചെയ്ത ലൈറ്റ് വീണ്ടും ലെൻസിൻ്റെ കോൺവെക്സ് ഭാഗത്ത് വീഴുന്നു. കുറച്ച് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും, വീണ്ടും എയറിലേക്ക് റിഫ്രാക്റ്റ് ചെയ്യും. പക്ഷെ കുറച്ച് ലൈറ്റ് എയറിലേക്ക് തന്നെ വീണ്ടും പോകും. പക്ഷെ താഴത്തെ ഗ്ലാസ് പ്ലേറ്റിൽ നിന്നും വീണ്ടും റിഫ്ലക്റ്റ് ചെയ്യും, വീണ്ടും
കുറച്ച് ലൈറ്റ് മുകളിലേക്ക് പോകും. അങ്ങനെ ഗ്ലാസ് പ്ലേറ്റിൽ നിന്നും കുറച്ച് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്ത് ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഉള്ളിലേക്ക് പോകും. അത് ട്രാൻസ്മിറ്റഡ് ലൈറ്റാണ്. റിഫ്ലക്റ്റ് ചെയ്ത ലൈറ്റുകൾ തമ്മിൽ ഇൻ്റർഫിയർ ചെയ്യുമ്പോഴാണ് ഇത് നമുക്ക് കാണുന്നത്. അപ്പോൾ D1 എന്ന് പറയുന്ന 2 ലൈറ്റ് വേവ്സ് റിഫ്ലക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാണുന്നത് ഈ പോയിന്റ്, ഈ സർക്കിൾ, ഈ B എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ C എന്ന് പറഞ്ഞ സ്ഥലത്തെ സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാം കോൺസ്റ്റന്റ്, ഒരു സർക്കിളിലെ എല്ലാ പോയിന്റിലും കോൺസ്റ്റന്റ് തിക്നെസ് ഓഫ് എയർ ഫിലിം ആയിരിക്കും. ഇനി റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ് സിസ്റ്റത്തിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് 2μt = n+1/2 ലാംഡ. കണ്ടീഷൻ ഓഫ് മാക്സിമ. കണ്ടീഷൻ ഓഫ് മിനിമ എന്ന് പറയുന്നത് 2μt = n ലാംഡ. ബിക്കോസ് റിഫ്ലക്ഷൻ കൊണ്ടുണ്ടാകുന്ന എക്സ്ട്രാ പാത്ത് ഡിഫറൻസ് λ/2 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് എന്ത് സംഭവിക്കും? ഇങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടും. 2μt = n ലാംഡ എന്ന് പറയുന്നത് മിനിമയുടെ കണ്ടീഷനാണ്. സാധാരണ റിഫ്ലക്റ്റഡ് അല്ലാത്ത സാധാരണ കേസിൽ ട്രാൻസ്മിഷനിൽ ഇത് ഒരു മിനിമത്തിൻ്റെ കണ്ടീഷനാണ്. പാത്ത് ഡിഫറൻസ് ഇസ് 2n+1 λ/2 is a minima if it is a normal case, that is a transmitted light. നേരെ തിരിച്ചു വരും. റിഫ്ലക്റ്റഡ് ലൈറ്റ് ആയതുകൊണ്ടാണ് ഇത് തിരിഞ്ഞു വരുന്നത്. ഇനി റേഡിയസ് എത്രയാണെന്ന് നോക്കാം. എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. √n λr/μ with a square root. We can prove this. ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ റേഡിയസ് n+1/2 λr/μ. So here in this diameter, ഒരു റിങ്ങിൻ്റെ ഡയമീറ്റർ എടുക്കുകയാണെങ്കിൽ 2rn ആണ്. അപ്പോൾ 2 റിങ്ങുകളുടെ സബ്ട്രാക്ട് ചെയ്താൽ ആ റിങ്ങുകളുടെ ഇടയിലുള്ള തിക്നെസ് കിട്ടും. അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും ഈ തിക്നെസ് ഗ്രാജുവലി കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ n കൂടുന്നതിനനുസരിച്ച് ഈ തിക്നെസ് ഓഫ് ദ റിങ്സ് ബിക്കംസ് ഗ്രാജുവലി ഡിക്രീസസ്. സോ ഇത് ന്യൂട്ടൺസ് റിങ്സ് ബൈ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ആണ്. ശരിക്കും അത് നമ്മൾക്ക് പഠിക്കാൻ ഇല്ല. കാരണം നമ്മൾ സിലബസിൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് മാത്രമേ പഠിക്കാനുള്ളൂ. എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് അറിയാൻ വേണ്ടി പറയുകയാണ്. അത് നേരെ തിരിഞ്ഞു വരും. മാക്സിമയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് നേരെ തിരിഞ്ഞു വരും. റിഫ്ലക്റ്റഡിൻ്റെ മിനിമയാണ് ഇവിടെ മാക്സിമയുടെ കണ്ടീഷൻ. റിഫ്ലക്റ്റഡിൻ്റെ മാക്സിമ ആണ് ഇവിടെ മിനിമയുടെ കണ്ടീഷൻ. 2μt = n+1/2 ലാംഡ. So difference between Newton's rings by reflected light and transmitted light. In the reflected system, there is a phase change of pi between the two reflected lights, while in the transmitted system, there is a phase change of 2pi between the two transmitted light rays. Therefore, the condition of maxima and minima are opposite in the two systems. ഇത് ഓൾറെഡി പറഞ്ഞു. എന്തുകൊണ്ടാണ് എക്സ്ട്രാ പാത്ത് ഡിഫറൻസ് വരുന്നത്? റിഫ്ലക്റ്റഡ് സിസ്റ്റത്തിൽ അവിടെ ഒരു പൈ ഫേസ് ഡിഫറൻസ് ഉണ്ടാകുന്നു. അതേസമയം ട്രാൻസ്മിറ്റഡ് സിസ്റ്റത്തിൽ ഒരു 2π ഫേസ് ഡിഫറൻസ് ഉണ്ടാകുന്നതുകൊണ്ട് അത് എന്താകുന്നു? ഈ ഓപ്പോസിറ്റ് കണ്ടീഷൻ സെയിം റിഫ്ലക്റ്റഡ് ലൈറ്റിൽ മാത്രമാണ് കണ്ടീഷൻ ഓപ്പോസിറ്റ് ആവുന്നത്. നമ്മൾക്ക് ഡയമീറ്റർ എന്ന് പറയുന്നത് 2 × √n λr ആണ്. അപ്പോൾ ഡയമീറ്ററിൻ്റെ സ്ക്വയർ 4nr ലാംഡ. ഇതിൽ നിന്ന് നമുക്ക് ലാംഡ വേവ് ലെങ്തിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 2 റിങ്സ് എടുക്കാം. n+mth റിങ്ങും nth റിങ്ങും ഡയമീറ്റർ സ്ക്വയർ എടുത്തിട്ട് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടും. എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ന്യൂട്ടൺസ് റിങ്ങിൻ്റെ സെറ്റപ്പാണ്. ഇവിടെ ഒരു ലെൻസ് വെച്ചിട്ടുണ്ട്. നമ്മൾ കണ്ട ലെൻസ് ഇവിടെയാണ്. ഗ്ലാസ് പ്ലേറ്റ് താഴെ ഉണ്ട്. ഈ 45 ഡിഗ്രിയിൽ വേറൊരു ഗ്ലാസ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. മുകളിൽ മൈക്രോസ്കോപ്പ് വെച്ചിട്ടുണ്ട്. ഒരു ലെൻസ് വെച്ചിട്ടുണ്ട്. ഈ ലെൻസ് ഒരു മോണോക്രോമാറ്റിക് സോഴ്സ് ലൈറ്റാണ് ഇവിടെ വരുന്നത്. അത് ഇവിടെ നേരെ പോയി 45 ഡിഗ്രിയിൽ വന്ന് തട്ടിയതിന് ശേഷം താഴേക്ക് വന്നിട്ട് മുകളിലേക്ക് പോകും. ഇങ്ങനെ ഒരു nth റിങ്ങിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കുന്നു. n+1mth റിങ്ങിൻ്റെ റേഡിയസ് ഡയമീറ്റർ കണ്ടുപിടിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് ലാംഡ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് കണ്ടുപിടിക്കാം. താങ്ക് യു.